ആയിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ, പ്രിയമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ, ബഹുജനങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 13, 14 തീയതികളിലായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം, തീരുമാനപ്രകാരം നടത്തുന്ന, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ വ്യക്തിഗതമായ പേരിലും RSPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമുള്ള ഹാർദമായ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. ഈ ജനകീയ പ്രക്ഷോഭത്തിന് ആധാരമായിട്ടുള്ള വിഷയത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇനിയൊരു പ്രഭാഷണത്തിന്റെ അനിവാര്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്നലെ മുതൽ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച AICCയുടെ ജനറൽ സെക്രട്ടറി മുതൽ നിരവധി പ്രഭാഷണങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, വിശദീകരണങ്ങളിലൂടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതിയെ സംബന്ധിച്ചും അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും ഇതിനകം തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ, പ്രത്യേകിച്ചും ലോക്സഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരു കാരണവശാലും ബില്ലിന് അവതരണാനുമതി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം സൃഷ്ടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റിൽ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനബോധത്തോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ, അല്ലെങ്കിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും തത്സമയ സംപ്രേക്ഷണത്തിലൂടെ കണ്ടതാണ്. തുടർന്ന് ആ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള പുതിയ സമീപനം, അതിൽ ബോധപൂർവമായി BJPയും NDA ഗവൺമെന്റും ഈ കാര്യത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ വ്യാഖ്യാനം, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിന്റെ പേരൊഴിവാക്കിയത് മാത്രമാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന നിലയിലേക്ക് വികലമായി വ്യാഖ്യാനിക്കാൻ, ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ഒരു സംശയവും വേണ്ട, രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും അതിന്റെ മുന്നണി പോരാളിയായി നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും നെഹ്റുവിയൻ പൈതൃകത്തെയും തമസ്കരിക്കുക എന്നുള്ളത് BJPയുടെയും RSSന്റെയും സംഘ് പരിവാറിന്റെയും പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗാന്ധിയെ കുറിച്ചും നെഹ്റുവിയൻ പൈതൃകവും തമസ്കരിച്ചാൽ മാത്രമേ മതേതര ഭാരതത്തെ മതവൽക്കരിക്കാനും മതരാഷ്ട്രമാക്കി മാറ്റാനും കഴിയൂ എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ ചരിത്രത്തെയും നെഹ്റുവിന്റെ ചരിത്രത്തെയും നെഹ്റുവിയൻ പൈതൃകത്തെയും ഭാരതത്തിന്റെ മണ്ണിൽ തമസ്കരിക്കാൻ, കുഴിച്ചുമൂടാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ബൗദ്ധികമായ ആലോചനയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നയപരമായ നിലപാടുകളും സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ പേര് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരുമായി കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് വായിക്കാൻ, മനസ്സിലാക്കാൻ കഴിയാത്ത പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്രിയ നടപ്പാക്കാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിയമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ബോധപൂർവമായി രാജ്യത്തെ ഹിന്ദിവൽക്കരിക്കാൻ, എല്ലാ ഭാഷകളും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ബഹുസ്വരത നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ബോധപൂർവമായി ഹിന്ദിവൽക്കരണത്തിലൂടെ ഹിന്ദുത്വ അജണ്ട പരോക്ഷമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം, അതായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിന്റെ കാര്യത്തിൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ കാര്യത്തിൽ, എവിഡൻസ് ആക്ടിന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റ് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന, സമീപകാലത്ത് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ നിയമനിർമ്മാണങ്ങളുടെയും നാമകരണം ഹിന്ദിയിലാക്കിക്കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ, സുപ്രീം കോടതിയിൽ, അതുപോലെയുള്ള ഭരണഘടനാ വേദികളിൽ ഉപയോഗിക്കേണ്ടുന്ന ഭാഷ
അത് കൃത്യമായി ഇംഗ്ലീഷിലായിരിക്കണമെന്നും അതിന്റെ ട്രാൻസ്ലേഷൻ വേണമെന്നും ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് അനുസരിച്ച് അടക്കം വ്യക്തമായ ഭരണഘടനാ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ആ വ്യവസ്ഥയെ പോലും അതിലംഘിച്ചുകൊണ്ട് ഹിന്ദിവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ മറ്റൊരു രൂപത്തിൽ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. അപ്പൊ ഒന്ന്, നെഹ്റുവിയൻ പൈതൃകത്തെയും ഗാന്ധിജിയുടെ സമരചരിത്രത്തെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമരചരിത്രത്തെയും തമസ്കരിച്ചുകൊണ്ട് ബോധപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. രണ്ട്, ഹിന്ദി ഭാഷ പരോക്ഷമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരിക. മൂന്ന്, വളരെ പ്രധാനമാണ് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള നീക്കം. അതാണിപ്പോ സമീപകാലത്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. കാരണം ഏറ്റവും ഒടുവിൽ പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദിഷ്ട നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം മാറ്റി ഈ പുതിയ നിയമനിർമ്മാണം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അടിസ്ഥാനപരമായ പിശക്, അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റ് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇത് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരവകാശമാണ്. അതൊരു റൈറ്റ് ആണെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. തൊഴിലുറപ്പ് നിയമം എന്നുണ്ടെങ്കിൽ, തൊഴിലുറപ്പ് അവകാശം എന്നുണ്ടെങ്കിൽ, പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് അതൊരു ആനുകൂല്യമായി പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വളരെ വ്യക്തമായി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയെ പോലെ, ജൽ ജീവൻ മിഷനെ പോലെ സമാന സ്വഭാവത്തിൽ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന തുടങ്ങി ഏതാണ്ട് 100-ലധികം വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പട്ടികയിലാണ് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന് വ്യക്തമായി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോ, മാഡം സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആയിരുന്നപ്പോ, ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലയളവിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുമ്പോൾ ആ നിയമത്തിൽ വളരെ വ്യക്തമായി, ലിഖിതമായി, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള മൗലികമായ ഒരവകാശമാണെന്നും ആ അവകാശം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാര തുക നൽകാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെന്റിനാണെന്ന് വ്യക്തമായി പറയുന്ന അവകാശ നിയമത്തെ പരിമിതപ്പെടുത്തി അവകാശം എന്നത് മാറ്റി ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യമായി ഇതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമത്തെ ദുർബലപ്പെടുത്താൻ, ക്രമേണ അപ്രസക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും. എന്നിട്ട് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള വിഹിതം 60:40 എന്ന ക്രമത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ജൽ ജീവൻ മിഷൻ, പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, അങ്ങനെ തുടങ്ങി 100-ലധികം വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഒരു പദ്ധതിയായി, കേവലമായ ഒരു ആനുകൂല്യ പദ്ധതിയാക്കി മാത്രം ഇതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ നിയമം എതിർക്കപ്പെടണം. അതിശക്തമായി പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരണം. ആ പ്രതിഷേധം അതിന്റെ അലയോലികളാണ് ഇന്നലെയും ഇന്നുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള കേരള ഗവർണർ അദ്ദേഹത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ലോക് ഭവന് മുന്നിൽ 100 വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായ ഈ ജനകീയ പ്രതിഷേധ ധർണ, ഈ ധർണയിൽ, ഈ രാജ്ഭവൻ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള ലോക് ഭവൻ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ കൊല്ലം ജില്ലയിൽ, ഞാനും RSPയുടെ സംസ്ഥാന സെക്രട്ടറി സൗ ഷിബു ബേബി ജോണും ശ്രീ PC വിഷ്ണുനാഥും ഉൾപ്പെടെ ഞങ്ങളെല്ലാം കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പൊതുപ്രവർത്തകരാണ്, ജനപ്രതിനിധികളാണ്. അവിടെ നിരവധി യോഗങ്ങളിൽ ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കശുവണ്ടി വ്യവസായ മേഖല 856 കശുവണ്ടി ഫാക്ടറികൾ ഉള്ളതിൽ 800-ലധികം ഫാക്ടറികളും അടഞ്ഞു പൂട്ടിയിട്ട് വർഷങ്ങളായി. ആ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10 വർഷം മുമ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അവിടെ തൊഴിൽ രഹിതരായിട്ടുള്ള പാവപ്പെട്ട കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന കശുവണ്ടി തൊഴിലാളികൾ
പട്ടിണി പാവങ്ങളായ കശുവണ്ടി തൊഴിലാളികൾ. ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയുന്നു, ആ പാവപ്പെട്ട കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന കശുവണ്ടി തൊഴിലാളികൾ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോണിയാഗാന്ധി ചെയർപേഴ്സൺ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലയളവിൽ പാസാക്കിയ ഈ തൊഴിലുറപ്പ് നിയമം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പാവപ്പെട്ട തൊഴിലാളികൾ ഇന്ന് പട്ടിണി കൂടാതെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ജീവിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി, രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതി. അങ്ങനെ ഒരു പദ്ധതിയാണ് സത്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവിയേഷൻ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് UPA ഗവൺമെന്റ് ആരംഭിച്ച സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പാർലമെന്ററി നിയമനിർമ്മാണ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിച്ച ഒരു അവകാശത്തെ അപ്രസക്തമാക്കുകയും നിയമനിർമ്മാണ രംഗത്ത് പോലും മതിയായ കൂടിയാലോചനയും ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി നിയമം നടപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് കാണിക്കുന്ന വ്യഗ്രതയും സതുദ്ദേശപരമല്ല, വ്യക്തമായ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ, ചെറുക്കാൻ, പ്രതിഷേധിക്കാൻ വൻപിച്ച തോതിലുള്ള ദേശീയ പ്രക്ഷോഭം വളർന്നു വരാൻ AICCയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മഹത്തായി ജനകീയ പ്രക്ഷോഭം, ദേശീയ പ്രക്ഷോഭം വലിയ തോതിൽ വരും കാലത്ത് വളർന്നു വരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി ഹാർദ്ദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദനങ്ങൾ. RSPയുടെ സംസ്ഥാന സെക്രട്ടറി, സമുന്നതനായ